ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നൽ ഓപ്പറേഷൻസിൻ്റെ കുറച്ചും കൂടി പ്രോബ്ലംസ് ആണ്. സോ അതിൽ സിഗ്നൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ, ടൈം സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, ഈ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തു. ദെൻ സിഗ്നൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ പ്ലോട്ട് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2u of t plus 2 minus 2u of t minus 3. സോ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമുക്കതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2u of t plus 2 ഈ ഒരു സിഗ്നൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. u of t എന്ന് പറയുന്ന സിഗ്നൽ നമുക്കറിയാം. u of t മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, ദാറ്റ് ഈസ് u of t വാല്യൂ വിൽ ബി 1 ഫ്രം 0 to infinity. സോ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ദ വാല്യൂ വിൽ ബി 1 ഫ്രം 0 to infinity. സോ ഈ 2u of t plus 2 നമുക്ക് പ്ലോട്ട് ചെയ്യണം. u of t plus 2 മീൻസ് ഷിഫ്റ്റ് ദ സിഗ്നൽ u of t 2 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ്. അപ്പം നമ്മുടെ u of t plus 2 എന്ന് പറയുന്ന സിഗ്നൽ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. u of t plus 2 u of t plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2ൽ നിന്നായിരിക്കും 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ദിസ് ഈസ് സ്റ്റാർട്ട് ഫ്രം -2ൽ നിന്നായിരിക്കും നമ്മുടെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് വെറും u of t plus 2 അല്ല, 2 ടൈംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. സോ ഞാനിവിടെ 2u of t plus 2 തന്നെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ 2u of t plus 2 മീൻസ് ആംപ്ലിറ്റ്യൂഡ് u of t അല്ലെങ്കിൽ u of t plus 2ൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. 2 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംപ്ലിറ്റ്യൂഡ് 2 ആവും. സോ അതാണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽഡ് സിഗ്നൽ. നെക്സ്റ്റ് നമ്മളോട് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 2u of t minus 3 ആണ്. സോ ഞാൻ u of t minus 3 ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്യുവാണ്. u of t minus 3 മീൻസ് u of t എന്ന് പറയുന്ന സിഗ്നലിനെ 3 യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട സിഗ്നൽ 3യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് u of t minus 3. ദെൻ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് 2u of t minus 3 ആണ്. സോ ഞാനിതിനെ 2u of t minus 3. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2u of t minus 3 മീൻസ് എഗെയിൻ ആംപ്ലിറ്റ്യൂഡ് 2 ആവും. ഇവിടെ നമുക്ക് സിഗ്നൽ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ മൈനസും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഈ ഇക്വേഷനെ പ്ലസ് സിഗ്നൽ അഡീഷൻ ഫോമിൽ, സോ -2u of t minus 3 പ്ലോട്ട് ചെയ്തിട്ട് ഈ രണ്ട് സിഗ്നലിലൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ -2u of t minus 3 മീൻസ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് അത് നേരെ ക്വാഡ്രൻ്റ് തിരിഞ്ഞ് വരും. സോ -2u of t minus 3 മീൻസ് നമ്മുടെ സിഗ്നൽ നേരെ ഇൻവേർട്ട് ചെയ്തായിരിക്കും വരുന്നത്. 3യിൽ നിന്നും നേരെ ഇൻവേർട്ട് ചെയ്ത്, കാരണം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -2 ആണ്. സോ ഈ സിഗ്നലാണ് -2u of t minus 3. സോ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 എന്ന് തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -2. സോ അതിൻ്റെ വാല്യൂ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ്, പക്ഷേ ഇതിൻ്റെ വാല്യൂ -2 ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ. സോ ഞാനത് ആ രീതിയിൽ തന്നെ വരയ്ക്കുകയാണ്. -2u of t minus 3. -2u of t minus 3 മീൻസ് 3യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സിഗ്നലാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -2 ആണ്. സോ ദിസ് സിഗ്നൽ ഈസ് നോൺ ആസ് -2u of t minus 3. സോ ഇത് 3യിൽ നിന്നാണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -2 ആണ്. സോ ഇനി ഈ രണ്ട് സിഗ്നലിലൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഈ സിഗ്നലിലൂടെ ആഡ് ചെയ്യുവാണ്. സോ സിഗ്നൽ അഡീഷൻസ് നമുക്ക് നോക്കാം. ആ രണ്ട് സിഗ്നലിലൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിഗ്നൽ എന്താണെന്ന് നമുക്ക് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഞാനത് ഈ റൈറ്റ് സൈഡിലേക്ക് പ്ലോട്ട് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് നേരെ താഴെ തന്നെ അത് പ്ലോട്ട് ചെയ്യാം. ഞാനിവിടെ റൈറ്റിലേക്കാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഒരു ആക്സിസ്, ഒരു കോമൺ ആക്സിസ് വരച്ചിട്ട് താഴോട്ട് തന്നെ പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടോട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് t. നമ്മൾ x of t പ്ലോട്ട് ചെയ്യുവാണ്. x of t is equal to 2u of t plus 2 minus 2u of
ടി മൈനസ് 3. സോ അഡീഷനാണ്, രണ്ട് സിഗ്നലും വരച്ചു, രണ്ടും കൂടെ ആഡ് ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഒരു ഇൻ്റർവൽ എടുത്ത് നമ്മളൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ -2 മുതൽ 0 വരെ ഇവിടുത്തെ വാല്യൂ 2 ആണ്. സോ -2 മുതൽ 0 വരെ ഇവിടുത്തെ വാല്യൂ 2 ആണ്. പക്ഷേ ഇവിടെ -2ലേക്ക് വാല്യൂ 0 ആണ്. -2 മുതൽ 0 വരെ ഒരു സിഗ്നലും ഇല്ല. സോ അവിടെ നമുക്ക് -2 മുതൽ 0 വരെ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 തന്നെ ആയിരിക്കും. ദെൻ 0 മുതൽ ഒരു 3 വരെ നോക്കുക. 0 മുതൽ 3 വരെ ഇവിടെ വാല്യൂ 2 ആണ്. ഇവിടെ 0 മുതൽ 3 വരെ വാല്യൂ 0 ആണ്. 0 മുതൽ 3 വരെ ഇവിടുത്തെ വാല്യൂ 0 ആണ്. ഇവിടെ 0 മുതൽ 3 വരെ വാല്യൂ 2 ആണ്. സോ നമ്മൾ ഈ 2ഉം ഇവിടുത്തെ 0 വാല്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2 തന്നെയാണ്. സോ 3 വരെ ഒരു സിഗ്നലും ഇവിടെ ഇല്ല. സോ ഈ സിഗ്നലിനെ ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു പോർഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ദെൻ 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇവിടുത്തെ വാല്യൂ 2 ആണ്. ഇവിടെ 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇവിടുത്തെ വാല്യൂ -2 ആണ്. സോ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ -2ഉം കൂടെ ആഡ് ചെയ്യുവാണ്. സോ 2ഉം -2, 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇവിടെ 2ഉം ഇവിടെ 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇവിടുത്തെ വാല്യൂ -2 ആണ്. സോ 2 പ്ലസ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ നമ്മൾ 3യിലേക്ക് അത് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0യിലേക്ക് പോകും. സോ ഇങ്ങോട്ട് ഒക്കെ 3, 4, 5, 6 വാല്യൂയിലേക്ക് അല്ലെങ്കിൽ 4, 5, 6 വാല്യൂയിലേക്ക് അതിൻ്റെ വാല്യൂ 0. അപ്പം ഈ ഒരു സിഗ്നൽ -2 മുതൽ 3 വരെയുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ എക്സ് ഓഫ് ടിയുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു -2 മുതൽ 3 വരെ 2 ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സ്റ്റെപ്പ് വേവ് ഫോം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ എപ്പോഴും സ്റ്റെപ്പ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് ഫോമിൽ വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു ആൻസർ ഒരു സ്റ്റെപ്പ് സിഗ്നൽ തന്നെ ആയിരിക്കും. ഇതൊരു സ്റ്റെപ്പ് സിഗ്നൽ തന്നെയാണ്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഒരു റാം ഫംഗ്ഷൻ നോക്കാം. റാം ഫംഗ്ഷൻ്റെ അഡീഷൻ നോക്കാം. ദാറ്റ് ഈസ് r of t plot r of t minus r of t minus 1 minus r of t minus 3 plus r of t minus 4. സോ ഈ ഒരു സിഗ്നലാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു സെയിം ഗ്രാഫിൽ തന്നെയാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. സോ ഞാൻ r of t വരച്ചു. r of t. സോ r of t നമുക്കിവിടെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് r of t. r of t is equal to t എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാണ് റാം സിഗ്നൽ. സോ ഇതിൻ്റെ മീനിങ് 0യിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 1ൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. 2ൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിരിക്കും. സോ ഇങ്ങനൊരു ഒരു ലീനിയർ കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മീനിങ് ഇതാണ്. 2ൽ 2 ആണ്, 1ൽ 1 ആണ്, 0.5ൽ 0.5 ആണ്. സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്ന എക്സെട്ര. സോ ഇങ്ങനെ പോകുന്ന ഒരു സിഗ്നലാണ് ഈ r of t. സോ ഞാൻ r of t ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. r of t means this signal from 0യിൽ നിന്ന് എക്സെട്ര. സോ അത് ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു റാം സിഗ്നലാണ്. ദെൻ അടുത്തത് ഇവർ പറഞ്ഞേക്കുന്നത് r of t minus 1 മൈനസ് r of t minus 1 ആണ്. സോ r of t minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സിഗ്നലാണ്. r of t minus 1 ഷിഫ്റ്റ് r of t 1 യൂണിറ്റ് ടു ദ റൈറ്റ്. ഇതായിരിക്കും നമ്മുടെ r of t minus 1 സിഗ്നൽ. ഇതിൻ്റെ മീനിങ് 1ലെ വാല്യൂ 0 ആയിരിക്കും. ദെൻ 2ലെ വാല്യൂ, ഞാൻ ഒരു 1 കഴിഞ്ഞ് 2 ആണ് എടുത്തേക്കുന്നത്, എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 2ലെ വാല്യൂ 1 ആയിരിക്കും. ദെൻ 3ലെ വാല്യൂ 2 ആയിരിക്കും. സോ ഇതാണ് r of t minus 1ൻ്റെ കണ്ടീഷൻ. സോ ഇങ്ങനെയാണ് നമുക്കത് r of t അറിയാമെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. r of t minus 1ൻ്റെ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇതാണ് നമ്മളിവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് -r of t minus 1 ആണ്. സോ -r of t minus 1 നമുക്ക് നേരെ ഇൻവേർട്ട് ചെയ്തങ്ങ് വരച്ചാൽ മതി. -r of t minus 1 മീൻസ് ഈ ഒരു 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത്
നേരെ ഇങ്ങനെ പോകുന്നൊരു സിഗ്നലായിരിക്കും മൈനസ് ആർ ഓഫ് ടി മൈനസ് വൺ. സോ ദിസ് ഈസ് 1. സോ ദിസ് ഈസ് മൈനസ് ആർ ഓഫ് ടി മൈനസ് വൺ. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം തിരിഞ്ഞു വരും. 1ലെ വാല്യൂ 0, 2ലെ വാല്യൂ -2 ആയിരിക്കും, 3ലെ വാല്യൂ -3 ആയിരിക്കും. സോ ഇതെല്ലാം തിരിഞ്ഞ് വരുന്ന ഒരു കണ്ടീഷനായിരിക്കും മൈനസ് ആർ ഓഫ് ടി മൈനസ് വൺ. സോ അതും ഞാൻ ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. സോ 1ലെ വാല്യൂ മൈനസ് ആർ ഓഫ് ടി മൈനസ് വൺ മീൻസ് ദിസ് സിഗ്നൽ എക്സെട്ര. സോ ഇത് 1ലാണ്. സോ ദിസ് ഈസ് ആർ ഓഫ് ടി. സോ this signal is R of t and this signal is R of minus R of t minus 1 minus R of t minus 1. Then next ഞാൻ വരയ്ക്കാൻ പോകുന്നത് മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 ആണ്. സോ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ വരയ്ക്കാം. 3ന്ന് തുടങ്ങുന്ന ഒരു സിഗ്നൽ ആയിരിക്കും 3ന്ന് ഇതുപോലെ തന്നെ പോകുന്ന ഒരു സിഗ്നൽ ആയിരിക്കും ആർ ഓഫ് ടി മൈനസ് 3 എക്സെട്ര. സോ ദിസ് പോയിന്റ് ഈസ് 3. ദെൻ പ്ലസ് ആർ ഓഫ് ടി മൈനസ് 4. പ്ലസ് ആർ ഓഫ് ടി മൈനസ് 4 മീൻസ് അത് 4ന്ന് തുടങ്ങുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. 4ന്ന് തുടങ്ങുന്ന ഒരു ലീനിയറായിട്ട് പോകുന്ന സിഗ്നൽ ആയിരിക്കും. ദെൻ നമ്മളിപ്പോൾ മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 പറയാം. അത് 3ന്ന് തുടങ്ങുന്ന സിഗ്നൽ ആയിരിക്കും. 3ന്ന് തുടങ്ങുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. സോ 3ൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 4ൽ അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും എക്സെട്ര. ഇങ്ങനെ പോകുന്നൊരു സിഗ്നൽ ആയിരിക്കും ഈ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 എന്ന് പറയുന്ന സിഗ്നൽ. ദെൻ നമുക്ക് ഒരു സിഗ്നലൂടെ തന്നു. നമുക്ക് അടുത്ത് തന്നേക്കുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് പ്ലസ് ആർ ഓഫ് ടി മൈനസ് 4 ആണ്. സോ ലാസ്റ്റ് സിഗ്നൽ പ്ലസ് ആർ ഓഫ് ടി മൈനസ് 4 ഈ സിഗ്നലാണ് ലാസ്റ്റിൽ തന്നേക്കുന്നത്. സോ ഞാൻ ഇപ്പുറത്തൂടെ ഒന്ന് വരച്ചേക്കുവാണ്. ആർ ഓഫ് ടി മൈനസ് 4. ആർ ഓഫ് ടി മൈനസ് 4 മീൻസ് 4ന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. സോ 4ൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 5ൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ദെൻ 6ൽ അതിൻ്റെ വാല്യൂ 2 ആയിരിക്കും എക്സെട്ര. ഇങ്ങനെ പോകുന്നൊരു സിഗ്നലാണ്. ഇനി നമുക്ക് ഈ സിഗ്നലിനെ എല്ലാം ആഡ് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് നമ്മുടെ അഡീഷൻ ചെയ്യാം. സോ ആഡ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ നമുക്ക് നോക്കാം. ആർ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ദെൻ പ്ലസ് ഇതുകൂടെ 4 സിഗ്നൽസ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആഡ് ചെയ്യാൻ ഈസി ആയിരിക്കും, നമ്മളിവിടെ ഒരുമിച്ച് വരച്ചത് കൊണ്ട്. അങ്ങനെ അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നൊരു സിഗ്നൽ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ആക്സിസിൽ തന്നെ ഇതെല്ലാം വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കണം. സെപ്പറേറ്റ് വരച്ചിട്ട് ആ കറസ്പോണ്ടിങ് ആർ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 ആർ ഓഫ് ടി മൈനസ് 4 ഈ സിഗ്നൽസ് 4 തമ്മിൽ സെപ്പറേറ്റ് ആഡ് ചെയ്ത് നോക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സിഗ്നൽ 0യിൽ ഈ സിഗ്നൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0യിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്, 1ൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്, 2ൽ ഇതിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെ പോകുന്ന ഒരു സിഗ്നലാണ്. സോ നമുക്ക് 0 മുതൽ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ഇവിടെ നോക്കി. ദെൻ അടുത്ത സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. ഈ സിഗ്നലിനൊന്നും 1ൽ വാല്യൂ ഇല്ല. സോ ഈ ഒരു സിഗ്നലിനും ഒന്നും 1ൽ വാല്യൂ ഇല്ല. ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്, പക്ഷേ ഇതിൻ്റെ 1ലെ വാല്യൂ 0 ആണ്. സോ നമുക്ക് 0 മുതൽ 1 വരെ കിട്ടുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റാം സിഗ്നൽ തന്നെ ആയിരിക്കും. സോ ഇതാണ് നമുക്ക് ആദ്യത്തെ കേസിൽ കിട്ടുന്നത്. 0 മുതൽ നമുക്ക് 1 വരെ 0 മുതലുള്ള വാല്യൂ ആണ് ഈ വരച്ചേക്കുന്നത്. 0 മുതൽ ഈ വാല്യൂ ആണ്, വേറെ വാല്യൂസ് ഒന്നും വരുന്നില്ല. സോ 1 വരെ ഈ വാല്യൂ തന്നെ പോകും. ദെൻ 1ൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ 0 ആണ്, പക്ഷെ ഇവിടെ 1ലൊരു വാല്യൂ ഉണ്ട്, അത് 1 ആണ്. സോ ഇവിടെ 1 നമുക്ക് കിട്ടും. 1ലെ വാല്യൂ 1 ആയിട്ട് തന്നെ കിട്ടും. ദെൻ നമുക്കിവിടെ 2ൽ നോക്കാം. 2ൽ ഈ സിഗ്നലിന് വാല്യൂ ഉണ്ട്. 2ൽ ഈ സിഗ്നലിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. 2ൽ ഇതിൻ്റെ വാല്യൂ 2 ആണ്. സോ നമുക്ക് എഴുതാം 2ലെ വാല്യൂ 2,
ഈ സിഗ്നലിൻ്റെ 2ലെ വാല്യൂ നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ അടുത്ത് 2ലെ പോയിൻറ്റിലെ വാല്യൂ ആണ് നോക്കുന്നത്. സോ 1 വരെ നമ്മൾ കണ്ടുപിടിച്ചു, 2ലെ പോയിൻ്റാണ് നോക്കുന്നത്. സോ ദിസ് ഇസ് 2ൽ ഇവിടുത്തെ വാല്യൂ, ഈ സിഗ്നലിൻ്റെ വാല്യൂ 2 ആണ്. സോ 2 ദെൻ പ്ലസ് അടുത്ത മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ 2ലെ വാല്യൂ നോക്കുക. സോ മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ 2ലെ വാല്യൂ -2 ആണ്. സോ ആഡ് ചെയ്യുക -2. ദെൻ നെക്സ്റ്റ് നമ്മൾ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 അതിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് നോക്കുക. സോ നമ്മൾ പറഞ്ഞത് ആർ ഓഫ് ടി ആണ്. ആർ ഓഫ് ടിയുടെ വാല്യൂ സോ ആർ ഓഫ് ടിയുടെ വാല്യൂ 2 ആണ്. മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. -1 -2. കാരണം ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. 1ൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. 2ൽ ഇതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. 3ൽ ഇതിൻ്റെ വാല്യൂ -2 ആയിരിക്കും. ഇങ്ങനെ പോകുന്ന സിഗ്നലാണ്. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ വാല്യൂ -1 ആണ്. സോ അത് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ 2ലെ വാല്യൂ -1 ആണ്. അത് ഞാനിവിടെ ആഡ് ചെയ്തു. ദെൻ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3യുടെ 2ലെ വാല്യൂ 0 ആണ്. സോ +0. ആർ ഓഫ് ടി മൈനസ് 4ൻ്റെയും 2ലെ വാല്യൂ 0 ആണ്. സോ 0. ഇത് തമ്മിൽ ആഡ് ചെയ്യുവാണ്. 4 സിഗ്നൽസ് തമ്മിൽ ഞാൻ 2 എന്ന് പറയുന്ന പോയിൻറ്റിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. സോ 2ലെ വാല്യൂ 1 തന്നെയാണ്. സോ ദിസ് ഇസ് 1. ദെൻ 3ലെ പോയിൻ്റ് നോക്കുക. 3 പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 3ൽ നമുക്ക് ഫസ്റ്റ് സിഗ്നലിൻ്റെ വാല്യൂ ആർ ഓഫ് ടിയുടെ വാല്യൂ 3ലെ വാല്യൂ 3 ആണ്. സോ +3ൽ സെക്കൻഡ് മൈനസ് ആർ ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ വാല്യൂ 3ലെ വാല്യൂ -2 ആണ്. സോ -2. ദെൻ തേർഡ് സിഗ്നലിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 3ലെ വാല്യൂ 0 ആണ്. സോ ദെൻ ഫോർത്ത് സിഗ്നൽ നോക്കുകയാണെങ്കിൽ അതിനും 3ൽ വാല്യൂ ഇല്ല. സോ 0. എഗെയിൻ 3 -2 നമുക്ക് കിട്ടുന്നത് 1 ആണ്. ദെൻ ഫോർത്ത് പോയിൻറ്റ് 4 എന്ന് പറയുന്ന പോയിൻ്റ് നോക്കാം. 4ൽ ആർ ഓഫ് ടിക്ക് ഒരു വാല്യൂ ഉണ്ട്. 4ലെ വാല്യൂ എന്ന് പറയുന്നത് 4 തന്നെ ആയിരിക്കും ആർ ഓഫ് ടിയുടെ. സോ 4 പ്ലസ് ദെൻ മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 അതിൽ 4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3 ആയിരിക്കും. സോ -3 പ്ലസ് ദെൻ തേർഡ് സിഗ്നൽ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 അതിൽ 4ലെ വാല്യൂ 1 ആയിരിക്കും. കാരണം ഈ പോകുന്ന സിഗ്നലാണ് മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 എന്ന് പറയുന്നത്. ഇതിൻ്റെ 4ലെ വാല്യൂ -1 ആയിരിക്കും. സോ ഇറ്റ് ഈസ് -1. ദെൻ ആർ ഓഫ് ടി മൈനസ് 4 അത് 4ൽ തുടങ്ങുന്ന സിഗ്നലാണ്. 4ൽ അതിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇറ്റ് ഈസ് 0. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 - 3 1 1 - 1 0. സോ നമുക്ക് 4ലേക്ക് പോകുമ്പോൾ ആ സിഗ്നൽ 0യിലേക്ക് പോകും. 4ൽ അതിൻ്റെ വാല്യൂ 0 ആവുന്നു. സോ റാമ്പാണ്. സോ റാമ്പായിട്ട് തന്നെ വരയ്ക്കുക. നേരത്തേത് 1 ആയതുകൊണ്ടാണ് ഇത്രയും നേരം 1 ആക്കി തന്നെ വരച്ചിരുന്നത്. ദെൻ 5 എന്ന് പറയുന്ന പോയിൻ്റ് നോക്കുക. 5 എന്ന് പറയുന്ന പോയിൻറ്റിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ 5 തന്നെയാണ്. മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 -1ൻ്റെ 5ലെ വാല്യൂ എന്ന് പറയുന്നത് നോക്കുക. ദാറ്റ് ഈസ് -4. ദെൻ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 എന്ന് പറയുന്നത് ഈ സിഗ്നലാണ്. ഇതിൻ്റെ 5ലെ വാല്യൂ -2 ആണ്. 5ലെ വാല്യൂ -2 ആണ്. സോ ആഡ് ചെയ്യുവാണ്. 5 പ്ലസ് -4 പ്ലസ് -2. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ആർ ഓഫ് ടി മൈനസ് 4ൻ്റെ 5ലെ വാല്യൂ ഇവിടുന്ന് തന്നെ നോക്കാം. 5ലെ വാല്യൂ 1 ആയിരിക്കും. സോ ഇറ്റ് ഈസ് +1. സോ ആഡ് ചെയ്യുമ്പോൾ 5 - 4 1 ആണ്. 1 - 2 -1 -1 + 1 0. സോ 5ലെ വാല്യൂവും 0 ആണ്. ഇനി 6 എടുത്ത് നോക്കിയാലും 0 ആണ്. സോ നമ്മുടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ ആഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് വരയ്ക്കുക. ആർ ഓഫ് ടി വരയ്ക്കുക. ഇത് ഫസ്റ്റ് സിഗ്നലായിട്ട് വരയ്ക്കുക.
ദെൻ അടുത്ത സിഗ്നൽ മൈനസ് ആർ ഓഫ് ടി മൈനസ് 1 ഇത് വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് സിഗ്നൽ മൈനസ് ആർ ഓഫ് ടി മൈനസ് 3 ഇതാണ് തേർഡ് സിഗ്നൽ. ഫോർത്ത് സിഗ്നൽ ഇത് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഔട്ട്പുട്ട് കിട്ടും. റാമ്പ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു റാമ്പ് ടൈപ്പ് സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് റാമ്പ് സിഗ്നലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷൻ. ദെൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനൂടെ നോക്കാം. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു രണ്ട് യു ഫങ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. യു ഓഫ് ടി പ്ലസ് 4 ഇൻറ്റു യു ഓഫ് മൈനസ് ടി പ്ലസ് 4. സോ യു ഓഫ് ടി പ്ലസ് 4 വരയ്ക്കുവാണ്. യു ഓഫ് ടി പ്ലസ് 4 മീൻസ് മൈനസ് 4 തൊട്ട് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് ഈസ് മൈനസ് 4. സോ മൈനസ് 4 തൊട്ട് അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ദിസ് ഈസ് യു ഓഫ് ടി പ്ലസ് 4. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് യു ഓഫ് മൈനസ് ടി പ്ലസ് 4 ആണ്. ഇത് വരയ്ക്കാനുള്ള കണ്ടീഷൻസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഫസ്റ്റ് യു ഓഫ് മൈനസ് ടി വരയ്ക്കുക. ദെൻ യു ഓഫ് മൈനസ് ടിയെ 4 യൂണിറ്റ് റൈറ്റിലേക്ക് യു ഓഫ് മൈനസ് ടി വരയ്ക്കുക. യു ഓഫ് മൈനസ് ടിയെ 4 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മിറർ ഇമേജ് വരച്ചാൽ മതി യു ഓഫ് ടിയുടെ. സോ ദിസ് ഈസ് യു ഓഫ് മൈനസ് ടി. യു ഓഫ് മൈനസ് ടിയെ 4 യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സോ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 4 വരെ പോകും. സോ ദിസ് ഈസ് ദ സിഗ്നൽ. സോ ദിസ് ഈസ് യു ഓഫ് മൈനസ് ടി പ്ലസ് 4. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെ ആയിരിക്കും. സോ ഞാൻ യു ഓഫ് മൈനസ് ടി പ്ലസ് 4 വരയ്ക്കുമ്പോൾ ദ വാല്യൂ വിൽ ബി ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 4. വാല്യൂ 1 തന്നെ ആയിരിക്കും. സോ ദിസ് ഈസ് യു ഓഫ് മൈനസ് ടി പ്ലസ് 4. ഇനി ഈ രണ്ട് സിഗ്നലിലൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. സോ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മൈനസ് 4 മുതൽ 0 വരെ, കാരണം ഇതിന് ഇപ്പുറത്തോട്ട് സിഗ്നൽ ഒന്നുമില്ല. സോ നമുക്ക് മൈനസ് 4 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് 4 മുതൽ 0 വരെ ഇവിടുത്തെ വാല്യൂ 1 ആണ്. ഇവിടെ മൈനസ് 4 തൊട്ട് 0 വരെ ഇതിവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ വരുന്ന സിഗ്നലാണ്. മൈനസ് ഇൻഫിനിറ്റി മുതലാണിത് 1 ആയിട്ട് വരുന്നത്. സോ മൈനസ് 4 മുതൽ 0 വരെ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 4 to 0 വാല്യൂ 1 ആയിട്ട് കിട്ടും. ദെൻ ഇത് 0 മുതൽ 4 വരെ 1 ആണ്, ഇവിടെയും 0 മുതൽ 4 വരെ 1 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 വരെ 1 ആണ്. പക്ഷേ 4ന് ശേഷം ഇവിടെ 1 ആണ്, പക്ഷേ ഇവിടെ 4ന് ശേഷം 0 ആണ്. സോ 1 into 0 0. സോ ഇപ്പുറത്തോട്ട് സിഗ്നൽ ഇല്ല. സോ ദിസ് ഈസ് ദ ആൻസർ. യു ഓഫ് ടി പ്ലസ് 4 ഇൻറ്റു യു ഓഫ് മൈനസ് ടി പ്ലസ് 4. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യനൂടെ നോക്കാം. ഒരു റാമ്പും ഒരു സ്റ്റെപ്പും കൂടെയുള്ള മൾട്ടിപ്ലിക്കേഷനൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് r of minus t into u of t plus 2. So r of minus t ഇതാണ്. r of minus t means r of t എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ടൈം റിവേഴ്സൽ. സോ ഇപ്പുറത്തോട്ട് വരും. സോ ദിസ് ഈസ് r of minus t. r of minus t നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് u of t plus 2 വെച്ചിട്ടാണ്. സോ u of t plus 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് ഈസ് u of t plus 2. സോ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ, മൈനസ് 2 മുതൽ ഇൻഫിനിറ്റി വരെ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഈ സിഗ്നൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റാമ്പും ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് റാമ്പ് സിഗ്നൽ തന്നെ ആയിരിക്കും. സോ നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ എന്നുള്ളത്. സോ ഇവിടെ റൈറ്റ് സൈഡിൽ സിഗ്നൽ ഒന്നും വരത്തില്ല, കാരണം റൈറ്റ് സൈഡിൽ റാമ്പ് ഫംഗ്ഷന് വാല്യൂ ഒന്നുമില്ല. സോ റൈറ്റ് സൈഡിലോട്ട് സിഗ്നൽ ഒന്നും വരത്തില്ല, ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ മൈനസ് 2 മുതലാണ് 1 ആവുന്നത്. സോ നമുക്ക് ആൻസർ നമ്മുടെ കിട്ടാൻ പോകുന്നതും മൈനസ് 2 മുതലായിരിക്കും. സോ ഇവിടെ 0യിലെ വാല്യൂ 0 ആണ്, ഇവിടെ 0യിലെ വാല്യൂ 1 ആണ്. സോ നമുക്ക് 0യിലെ പോയിൻറ്റിലെ വാല്യൂ 0 തന്നെ ആയിരിക്കും. ദെൻ റാമ്പ് ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 1 ആണ്. ഇവിടെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 1ലെ വാല്യൂ 1 തന്നെയാണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 1 തന്നെയാണ് കിട്ടുന്നത്.
1ൽ, ദെൻ 2ൽ റാമ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇവിടെ -2ൽ റാമ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇവിടെ 1 ആയിരിക്കും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. സോ -2ൽ 2 ആണ്. സോ ഇങ്ങനൊരു റാമ്പ് ഫംഗ്ഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആയിരിക്കും. കറസ്പോണ്ടിങ് വാല്യൂസ്, റാമ്പിൻ്റെ വാല്യൂസ് അറിഞ്ഞാൽ മതി. 0ലെ വാല്യൂ 0, 1ലെ വാല്യൂ 1, ദെൻ 2ലെ വാല്യൂ 2. ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷനാണ് റാമ്പ്. അത് ആക്സസ് തിരിഞ്ഞ് വരുമ്പം -1, -2ലെ വാല്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്യേണ്ടി വരും. സോ -2 മുതൽ 0 വരെ അതിൻ്റെ വാല്യൂ ഇങ്ങനൊരു ട്രയാങ്കിൾ പോലൊരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. -2ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, R of -t ഇൻറ്റു U of t + 2. സോ ആ ഒരു കറസ്പോണ്ടിങ് പോയിൻറ്റ്സുകൾ തമ്മിൽ നമ്മൾ മനസ്സിലാക്കി മൾട്ടിപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ ആഡ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നൽ അഡീഷൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.